മറ്റൊരു പ്രതികരണം കൂടി നോക്കാം. ഈ ഗണപതിവട്ട വിവാദം കൊണ്ട് സുരേന്ദ്രന്റെ കിട്ടേണ്ട വോട്ട് പോലും കിട്ടില്ലെന്നാണ് PK ബഷീർ MLA പറയുന്നത്. BJPക്ക് ഇവിടെ ഒരു നിലപാട്, ഉത്തരേന്ത്യയിൽ മറ്റൊരു നിലപാട്, ഗൾഫിൽ വേറൊരു നിലപാട് എന്നതാണ് നില. അതുകൊണ്ട് BJPക്കെതിരെ കടുത്ത ഭാഷയിലാണ് PK ബഷീറിന്റെ പ്രതികരണം. അതോട് ആ ഒരൊറ്റ പറച്ചിലോണ്ട് കിട്ടണ വോട്ട് കൂടി സുരേന്ദ്രന് കിട്ടൂല. എവിടുന്നാ ഇവരൊക്കെ പറയണേ ജാതി മതി. ഇവിടെ കാണുമ്പോ ഇവിടെ വേറൊരു അജണ്ട, വടക്കേന്ത്യയിൽ വേറൊരു അജണ്ട. എന്താ പേരിലാണ് അതൊക്കെ നിൽക്കുന്നത്? ആർക്കാണൊക്കെ ഇവരൊക്കെ എങ്ങനെയൊക്കെ രാഷ്ട്രീയം, ഇവരൊക്കെ എങ്ങനെ ഒരു ഉന്നത സ്ഥാനത്തെത്തിയിട്ട് എങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെ ഉൾക്കൊള്ളുക? ഇവിടെ കാണുമ്പോ ഒന്ന്, ഗൾഫിൽ പോകുമ്പോ വേറൊന്ന്, ഇവർക്ക് വേറെ പണിക്ക് പോയിക്കൂടെ? തീരുന്നില്ല. കോഴിക്കോട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എളമരം കരീമും സുരേന്ദ്രന്റെ നിലപാടിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. സുരേന്ദ്രന് കേരളത്തിൽ ഒരു ചുക്കും ചെയ്യാനാവില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. കേൾക്കാം. ചെറിയ പെരുന്നാൾ, വിഷു അടക്കമുള്ള ആഘോഷ പരിപാടികൾ വരുന്നതുകൊണ്ട് തന്നെ ചെറിയ ഇടവേള പര്യടന പരിപാടികൾക്ക് നടക്കുകയാണ്. വിഷുവിന് ശേഷം വീണ്ടും വാഹനങ്ങളിലേറിയുള്ള പര്യടനം തുടരും. ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ. എന്തായാലും നമുക്കൊപ്പം കോഴിക്കോട് LDF സ്ഥാനാർത്ഥി ശ്രീ എളമരം കരീമുണ്ട്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം പര്യടന പരിപാടികൾ വിഷുവിന് ശേഷം പുനരാരംഭിക്കും അല്ലെ? അതെ, വിഷു പെരുന്നാൾ രണ്ടും കേരളത്തിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് പൊതുപര്യടന പരിപാടികൾ ജനങ്ങൾക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് പരസ്യ പ്രചാരണ പരിപാടികൾ വിഷുവിന് ശേഷം ആക്കി മാറ്റിയത്. ഇപ്പോൾ വ്യക്തികളെ നേരിട്ട് കാണുന്ന പരിപാടിയാണ് ഇപ്പം നടക്കുന്നത്. ഈ ദേശീയ നേതാക്കളൊക്കെ വലിയ തോതിൽ എത്തിത്തുടങ്ങുകയാണ്. ഒപ്പം ഈ BJP പ്രചരണത്തിന്റെ വേറൊരു ഗിയറിലേക്ക് മാറ്റുന്നു. പ്രത്യേകിച്ചും വയനാടുമായി ബന്ധപ്പെട്ട സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റാൻ പോവുകയാണ്. സാധാരണ വടക്കേന്ത്യയിലൊക്കെ കാണുന്നതാണ് ഈ നഗരങ്ങളുടെ പേരുമാറ്റൽ, പ്രധാന സ്ഥലങ്ങളുടെ പേരുമാറ്റലൊക്കെ. എന്താണ് അതിൽ തോന്നുന്നത് ഈ വയനാട്ടിൽ ഇപ്പോൾ നടക്കുന്ന ഈ രാഷ്ട്രീയത്തിൽ? അത് രാജ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിലും അവർക്ക് ഒന്നും പറയാനില്ല. അവർ പ്രതിക്കൂട്ടിലാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ BJP ഗവൺമെന്റിന്റെ ഭരണ നടപടികൾ ജനങ്ങൾ പൊതുവിൽ അസംതൃപ്തരാണ്. ഇപ്പം രാഷ്ട്രീയം പറയാനില്ലാത്തതുകൊണ്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ഒരൊറ്റ അജണ്ട മാത്രമാണ് BJPക്കുള്ളത്. അതുകൊണ്ടാണ് ഇതുപോലുള്ള പ്രകോപനങ്ങൾ വയനാട്ടിനെ സുൽത്താൻ ബത്തേരിയെ സംബന്ധിച്ച് BJP സ്റ്റേറ്റ് പ്രസിഡന്റൊക്കെ നടത്തിയത്. വളരെ ദൗർഭാഗ്യകരമാണ് ഇത്തരം പ്രസ്താവനകൾ. കേരളത്തിൽ ജനങ്ങൾ വളരെ ഐക്യത്തോടെ ജീവിക്കുകയാണ്. അതിന് ഭംഗം വരുത്തുന്ന ഒരു വാക്കോ നോക്കോ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.